കസ്തൂരിമാൻ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. എൽസമ്മ എന്ന ആൺകുട്ടി ലാൽ ജോസിന്റെ പടം. കഥ കേട്ടിട്ട് കൺവിൻസിങ് ആയതായിരുന്നില്ല. ഇല്ല, ഫെയിലിയർ ആകുമ്പോൾ അത് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഒരു ഇന്റർവെൽ ആകുമ്പോഴേക്കും നമുക്ക് അറിയാം ചിലപ്പം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അത് എന്നാ ഉടനെ തന്നെ ഇറങ്ങും ബാഡ്മിന്റൺ. അതൊരു നല്ല റിയലൈസേഷൻ. എന്നെ പറ്റിച്ച കഥാകൃതി. ശരിക്കും സീരിയസ് ആയിട്ട് പറയട്ടെ, എന്താണ് ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. സീരിയസ് അല്ലേ ഡെയിലി നടക്കുന്ന പരിപാടി. ഡെയിലി അല്ലെങ്കിൽ 2 സീനിൽ തീർന്ന പടം നല്ല പണിയെടുത്ത് ഡെയിലി അവിടെ ചെന്നിരിക്കും. അവർക്ക് ഡിസ്റ്റർബ് ആവും. എന്നാ ഒരു കാര്യം ചെയ്യും, ആ സ്ഥലത്ത് ലാലേട്ടൻ കണ്ടോ, നിന്റെ മറ്റേ പേരനുണ്ടോ അടുത്തത്, അങ്ങനെ 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 എല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണോ അതിന് എസ് പറയുന്നത്, അതെയോ എന്താ വേണ്ടത്? കഥ കേട്ടതിന് ശേഷം സംഭവം ഒന്നുമില്ല, നിനക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വേണം, ഞാൻ പുതിയൊരാളാണ്. എന്തുകൊണ്ട് ഇത് കമ്മിറ്റ് ചെയ്തു? വൈ? ഞങ്ങൾ രണ്ടുപേരും സിംഹം കടിച്ചു കീറുന്ന കാണാനായിട്ടുള്ളൊരു ഓ അത് തന്നെ 777 ചാർലി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് പട്ടിയെ കൊണ്ടുവന്നായിരുന്നു. സിംഹത്തിന് ഇറക്കി എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്തൂടെ? നിങ്ങളെ സിംഹത്തിനടുത്ത് കൊണ്ടുപോയി ഇന്റർവ്യൂ എന്നുള്ളതാണ് ആഗ്രഹം. വ്യക്തിയെ വിശ്വസിച്ച സിനിമ ചെയ്യാന്നുള്ളൊരു, ഞാൻ ഒരു 10-200 പടം അങ്ങനെ തന്നെ എല്ലാം നോക്കി ചെയ്യുന്ന പടങ്ങളായിരിക്കും ഏറ്റവും വലിയ ഫ്ലോപ്പ്. ഇതൊന്നും നോക്കാതെ ചെയ്യുന്ന പടങ്ങളായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ ഹിറ്റ്. നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന് പായസം കൂട്ടാൻ അടുപ്പുകല്ല് കൂട്ടിയവൻ വൃത്തികെട്ടവൻ. അവിടെ വെച്ചുണ്ടായത്. മോജോ എന്നാണ് സിംഹത്തിന്റെ റിയൽ നെയിം. ദർശനം എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ദർശനം. ഈ പേര് സിംഹത്തിന് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ത്രിപുരയിലാണ് അക്ബർ എന്നും സീത എന്നുള്ള 2 സിംഹങ്ങൾ ഒരേ കൂട്ടിൽ കിടന്നെന്നും പറഞ്ഞത് ഇഷ്യൂ ആവുകയും അതിന്റെ പേര് മാറ്റേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തത്. അത് ശ്രദ്ധിച്ചിരുന്നു? പക്ഷേ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് തോന്നിയിട്ടുണ്ട്? ഒരു 2 മൃഗങ്ങളുടെ പേര് അവിടെയും കാസ്റ്റ് വരുന്നു, ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആ രീതിയിൽ നമ്മള് പ്രശ്നമില്ലല്ലോ. നമ്മുടെ അല്ല, ഇന്ത്യയിൽ ത്രിപുരയിലെ ഇൻസിഡന്റ് ആണത്. നമ്മൾ ഇന്ത്യയിലല്ലേ? അതെ അതെ. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആ പേരിൽ വരെ കാസ്റ്റ് വന്ന് മൃഗങ്ങളുടെ പേര് മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി? നമ്മൾ അതിനേക്കാളും വലിയ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ നമ്മളൊരു ലിറ്ററസി റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു പ്രബുദ്ധരായ ഒരു ഓഡിയൻസ് ഉണ്ട് മലയാളം. അതായിരിക്കും അതിന്റെ ഭാഗ്യം. മലയാളത്തിൽ അങ്ങനെ പേര് വന്നാലും ഒരു പ്രശ്നം. കാരണം ഇപ്പോൾ എന്തുകൊണ്ട് മലയാള സിനിമയെ ലോക സിനിമ തന്നെ ഉറ്റുനോക്കുന്നു എന്നതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ്. നമ്മൾ ആ രീതിയിൽ എൻലൈറ്റൻഡ് ആണ് എന്നുള്ളത്. അപ്പം കുറച്ചും കൂടെ മാനുഷിക മൂല്യമായിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എത്രയോ വലിയ കാര്യങ്ങൾ വേറെ നമുക്ക് ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും. സുരേട്ടാ, ഞാൻ എപ്പോഴും കാണുമ്പോൾ ചോദിക്കണം ഓർത്തുകൊണ്ടിരുന്ന ഒരു സീനാണ് മറ്റേ ഹലോ എന്ന് പറയുന്ന സിനിമയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് വിടുന്ന ഒരു പോലീസുകാരൻ്റെ റോളാണ് ഹലോ ഇല്ല. അപ്പം അതിലൊരു ലാലേട്ടൻ ചീത്ത വിളിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് അതിൽ ആ പറഞ്ഞ ചീത്ത ഇതാണ്: നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന് പായസം കൂട്ടാൻ അടുപ്പുകല്ല് കൂട്ടിയവൻ വൃത്തികെട്ടവൻ. അപ്പം ജഗദീഷ് സാറ് വന്നിട്ട് സുരേഷിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുകയാണ്, എന്നെ തെറി വിളിച്ചു. അപ്പോൾ സുരേഷിൻ്റെ ഒരു മറുപടി ഉണ്ട്: അമ്മ അശ്ലീലമല്ല, 16 അടിയന്തരം അശ്ലീലമല്ല, അപ്പം എന്നെ വൃത്തികെട്ടവെന്ന് വിളിച്ചു, അതൊരു സത്യം മാത്രം എന്ന് പറഞ്ഞു ഒരുപാട് കയ്യടി കിട്ടിയൊരു, അതൊക്കെ ശരിക്കും സ്ക്രിപ്റ്റിലുള്ളതായിരുന്നു അതെയോ അവിടെ വെച്ചുണ്ടായത്? അപ്പോൾ അത് റാഫി സാറും മക്കാട്ടിൻ ചേട്ടനും. ശരിക്കും ഹലോയിൽ എനിക്ക് ആകെ 2 സീനേ ഉള്ളായിരുന്നു. ഓക്കെ. അത് ഇവിടെയാണ്, ഇപ്പോൾ നമ്മുടെ പാലക്കാട് ആ ഒറ്റപ്പാലം വീട്ടിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിന് മുമ്പായിരുന്നു ഹലോ ഇറങ്ങിയത്, അതും റാഫി സാറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ എനിക്കൊരു 2 സീനേ ഉള്ളൂ. പിന്നീട് റാഫി സാറ് പറഞ്ഞു, എടാ ഇത് കഴിഞ്ഞു, പക്ഷെ ഒരു പടവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ 2 സീനേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയി. പിന്നെ ഞാൻ അവിടെ സീരിയലിൻ്റെ ഷൂട്ടുമായിട്ട് ട്രിവാൻഡ്രത്ത് നിന്നപ്പോൾ ഇവിടുന്ന് എന്തോ ഷിഫ്റ്റായി ട്രിവാൻഡ്രത്ത് വന്നു, ഈ ഒരു കോസ്റ്റ്യൂം വണ്ടി പോകുന്നു. അതിൻ്റെ പുറകെ പോയപ്പോൾ പറഞ്ഞ് അമ്പലത്തറയാണ് ഷൂട്ടെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് ഷൂട്ടില്ലാത്ത സമയത്ത് ഡെയിലി അവിടെ ചെന്നിരിക്കും, ഇരുന്ന് ഇങ്ങനെ ഓരോ ഇത് പറയും, മറ്റേ പട്ടി അടിച്ച് കീറുന്ന. അത് ഞാൻ പറയും ഇങ്ങനെ ഒരു സാധനമുണ്ട്, ശരി പാൻ്റ് ഉണ്ടോ നോക്ക്. അങ്ങനെ ആ കോസ്റ്റ്യൂം ഇട്ട് അങ്ങനെ വളർന്നതാണ്. അങ്ങനെ അത് ത്രൂ ഔട്ട് ആയതാ. അല്ലെങ്കിൽ 2 സീനിൽ തീർന്ന പടം ഞാൻ പുറകെ കയറി പോയതാണ്. അതില് ത്രൂ ഔട്ട് ആയത് ആ സീനൊക്കെ ഉണ്ടായത് അങ്ങനെയാ. അങ്ങനെ വന്നതാ. മേടിച്ചെടുത്ത സംഭവമാണ്. നല്ല പണിയെടുത്ത് ഡെയിലി അവിടെ ചെന്നിരിക്കും, അവർക്ക് ഡിസ്റ്റർബ് ആവും. എന്നാ ഒരു കാര്യം ചെയ്യും, ആ സ്ഥലത്ത് ലാലേട്ടൻ കണ്ടോ, നിന്റെ മറ്റേ പേരനുണ്ടോ അടുത്തത്, അങ്ങനെ 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 അങ്ങനെ
അങ്ങനെ ചാക്കോച്ച ഇപ്പം ഒരു സിനിമ ഇപ്പം രണ്ടുപേരുടെ ആണെങ്കിലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് സക്സസ് ആവും, ചില സിനിമകൾ നമ്മുടെ വിചാരിച്ച രീതിയിൽ ഇപ്പോൾ വർക്കൗട്ട് ആയെന്ന് വരില്ല. സ്വാഭാവികം. ഓക്കെ, അപ്പം ഈ സക്സസ് ആവുന്നത് ഓക്കെ സന്തോഷമായിരിക്കും, അത് വേറെ നമുക്കൊന്നും പറയാനില്ല. അപ്പം ഫെയിലിയർ ആകുമ്പോൾ അത് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ്, അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും? രണ്ടുപേരും റിയലൈസ് ചെയ്യുന്ന പോയിന്റ് ഇപ്പം ഞാൻ മിക്കവാറും പടങ്ങളായത്തെ ഷോ കാണാനായിട്ട് പോകാറുണ്ട് മാക്സിമം ഇവിടെ ഉള്ളപ്പോൾ. അപ്പം ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇന്റർവെൽ ആകുമ്പോഴേക്കും നമുക്കറിയാം ചിലപ്പം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അത് എന്നാൽ ഉടനെ തന്നെ ഇറങ്ങും ബാഡ്മിന്റൺ. അതൊരു നല്ല റിയലൈസേഷൻ. അത് ഓവർകം ചെയ്ത് നേരെ ബാഡ്മിന്റൺ പോയി കളിച്ച് സ്ട്രെസ് കളയുന്നത് ഒതിരകൾ എനിക്ക് തന്നെ നെഞ്ചത്തടിച്ച് തീർക്കുക എന്നുള്ള എന്നെ പറ്റിച്ച കഥാകൃതി അങ്ങനെ ഫുള്ള് അത് അല്ല. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർ ചാക്കോച്ചനെ ഇനി സ്വാഭാവികമായിട്ട് എല്ലാം ബാഡ്മിന്റൺ കളി വെച്ച് ദേഷ്യപ്പെട്ട് കളിക്കുകയാണ്, അല്ലാതെ ഇവിടെ കാണുന്ന ആളല്ല കോർട്ടില്. അത് ശരിക്കും സീരിയസ് ആയിട്ട് പറയണം. എന്താണ് സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. സീരിയസ് അല്ലേ ഡെയിലി നടക്കുന്ന പരിപാടി. ഡെയിലി നമ്മളെന്തായാലും ഡെയിലി കളിക്കാൻ പോവുമല്ലോ. അയ്യോ സോറി. അല്ല, ഇത് ചിന്തിച്ചുകൊണ്ട് കുറെ നേരം ഇരിക്കൂലല്ലോ. ആദ്യം കേൾക്കുമ്പോ ഒരു ഷോക്ക് വരും, പടം പൊട്ടിയല്ലേ. റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പതിയെ ഇറങ്ങുക, പിന്നെ ജ്യൂസ് കുടിക്കുക. ഇപ്പൊ ശരിക്കും ചേട്ടൻ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? ഇത് തന്നെ ബാഡ്മിന്റൺ കളിക്കുന്നത് ഇല്ല, അതല്ലല്ലോ. നമുക്ക് മനസ്സിലാവും കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അഡ്മിറ്റ് ചെയ്യാം. അത് കുഴപ്പമായി, കുഴപ്പമില്ല, അടുത്ത പരിപാടി നോക്കി പോകും. ഇനി നന്നാക്കാലോ. ശരിക്കും നമുക്ക് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഒരു പടം മോശമാണെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഗംഭീര പടം, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഒരിക്കലും നെഗറ്റീവ് അങ്ങനെ പറയാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളെ വിളിച്ച് 4 പേരുടെ അടുത്താണ് നിങ്ങളെ വിളിച്ച് വളരെ സത്യസന്ധമായിട്ട് റിവ്യൂ പറയാതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒരു ആരാധകനോ അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടോ? അയാളുടെ അഭിപ്രായം കൃത്യമായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കരിയറിൽ? പുള്ളി വിളിച്ച് പറയുന്നത് ജെന്യുവൻ ആയിരിക്കും. ബാക്കി എല്ലാവരും ഗംഭീരം സൂപ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില നല്ല പടങ്ങൾ അത്ര പോരാന്ന് പറയും. പക്ഷെ ഒരാളുടെ കോള് വരുമ്പോൾ അയാൾ പറയുന്നത് കൃത്യം ജെന്യുവൻ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആൾക്കാരുണ്ടോ സിനിമയിലുള്ളതാണോ? അല്ല, എവിടുന്നാണല്ലോ ഇപ്പൊ നമുക്ക് വിളിക്കാമല്ലോ. കാഷ്വലി സ്ഥിരമായിട്ട് വിളിച്ച് ഓരോ സിനിമ ഇറങ്ങുമ്പോൾ കൃത്യം ഒപ്പീനിയൻ പറയുന്ന ആരെങ്കിലും ഒക്കെ? നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മൾ ഷട്ടിൽ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിൽ പിഷാരടി അങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ആൾ, ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും 4 പേർക്കും ഉണ്ട്. പിന്നെ കോള് വരുമ്പോൾ അറിയാം, വന്ന് സംസാരിക്കുമ്പോൾ അറിയാം പടം ഏറ്റവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു അഭിനയിച്ചവർക്ക് കൃത്യമായിട്ടും കിട്ടും ഈ പടം ഓടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ റിലീസിന് ശേഷം. അപ്പോൾ അതറിയാൻ പറ്റും. സ്വന്തം സ്റ്റിക്കറുകൾ എപ്പോഴെങ്കിലും വാട്സാപ്പിൽ അയക്കേണ്ടി വന്നിട്ടുണ്ടോ? സുധിയുടെ ഒരു നോട്ടം എപ്പോഴും സൺഡേ ഹോളിഡേയിലെ ലുക്ക് ഭയങ്കരമായിട്ട് മീമുകളിലൊക്കെ വരുന്ന സ്റ്റിക്കർ ഇല്ല കയ്യില്. ആക്ച്വലി ഇതുവരെ ആരും അയച്ചൊന്നുമില്ല. ഇല്ല, അയച്ചൊന്നുമില്ല. വെരി ഗുഡ്. അപ്പൊ ചോദ്യത്തിന് വേറെ മറുപടി ഒന്നും ഇല്ല. സുരാട്ടാ ചാക്കോച്ച, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനായിരിക്കും ഏറ്റവും കൂടുതലുള്ളൂ. ദാമു റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന മറ്റേ മിസ്റ്റർ മരുമല്ല ഓക്കെ ബൈ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുളത്തെ പൂളിലേക്ക് ചാടുന്നതും, അതുപോലെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അയ്യോ പോയെന്നൊരു തുള്ളുന്നൊരു സാധനമുണ്ട്. അത് VKP അതിനുശേഷം അയക്കാറുണ്ടോ സ്വന്തം? ഇപ്പൊ ജയറാമേട്ടൻ എപ്പോഴും നമ്മൾ ചോദിച്ചാൽ പറഞ്ഞാണ് ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യും, ഞാനത് തന്നെ അയക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് കുറേ വന്നിട്ടുണ്ട്, ഫ്രണ്ട്സിൽ നിന്നൊക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെക്കും. ആർക്കെങ്കിലും അയച്ചിട്ടുണ്ട്? പിന്നെ സംസാരിച്ചൊക്കെ എത്തിരുമ്പോൾ ഓക്കെ ബൈ ദ ബൈ ഇതങ്ങ് ഇട്ട് കൊടുക്കും. ഓക്കെ, ദശമൂലം ദാമുവിന് ഇനിയൊരു വരവ് എങ്ങനെയായിരിക്കും? പണ്ടത് അടയ്ക്കാൻ അനൗൺസ് ചെയ്തായിരുന്നു രതീഷ് ബാലകൃഷ്ണ പൊതുവാളായിട്ട്. ഇനി അതിൻ്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? വരുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ? അത് ഇപ്പോഴും അതിൻ്റെ പണിപ്പുരയിലാണ്. ഇപ്പോൾ ഡിജോ ആണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നു. എഴുത്ത് എങ്ങനെങ്കിലും അത് ഒന്നുകൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. അതിന് സംവിധായകനും തിരക്കഥാകൃത്തും ആ വെല്ലുവിളി ഏറ്റെടുത്താൽ ഞാനും ആ വെല്ലുവിളി ഏറ്റെടുക്കും. നിങ്ങൾ സുരേട്ടൻ്റെ കരിയറിൽ ഏറ്റവും റിസ്ക് ഉള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കും പിന്നെ കമ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് അത് ചെയ്യുന്ന സമയത്ത് തുറിയൊക്കെ ആവുമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചതല്ല. പിന്നീട് മീംസ് ഇതൊക്കെ ആയിട്ട് വന്നപ്പോൾ പിന്നെ കയറി വരുന്നതല്ലേ. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റതിൻ്റെ പേരും പോവും. വല്ല കാര്യമുണ്ടേ. ഫസ്റ്റിൻ്റെ പേരും പോവും.
പിന്നല്ല. ചാക്കോച്ചൻ ഒരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് സ്ക്രിപ്റ്റ് മാത്രമായിരിക്കുമോ, അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറക്ടറുടെ എക്സ്പീരിയൻസ്, പുതിയ ആൾക്കാർ, അങ്ങനെ എല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണോ അതിന് എസ് പറയുന്നത്, അതെയോ കഥ കേട്ടതിന് ശേഷം? സംഭവമൊന്നുമില്ല, നിനക്ക് ഒരു അപ്പോയിൻമെന്റ് വേണം. ഞാൻ വേറെന്താ പറയാൻ വേണ്ടി ഞാൻ പുതിയൊരാളാണ്, എന്താ വേണ്ടത്? അല്ല, സംവിധാനം ചെയ്യാൻ പോണു. എങ്ങനെയായിരിക്കും? ഇതൊന്നുമില്ല, ഇതെല്ലാം അങ്ങനെ സംഭവിക്കാറുണ്ട്, അങ്ങനെ അല്ലാതെ സംഭവിക്കാറുണ്ട്. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ചിലത് നമ്മൾ എല്ലാം നോക്കി ചെയ്യുന്ന പടങ്ങളായിരിക്കും ഏറ്റവും വലിയ ഫ്ലോപ്പ്. ഇതൊന്നും നോക്കാതെ ചെയ്യുന്ന പടങ്ങളായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ ഹിറ്റ്. സോ അതിൽ അങ്ങനെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സ്പെസിഫിക് പ്ലാനും കാര്യങ്ങളും ഒന്നും എൻ്റെ കാര്യത്തിലില്ല. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ ചിലപ്പോൾ കാണുമായിരിക്കും. പ്രോപ്പറായിട്ട് അവർ ബാക്ക് ഡ്രോപ്പ് ചെക്ക് ചെയ്യുന്നു, ഇതിനു മുമ്പുള്ള അവർ ചെയ്ത സിനിമകൾ എങ്ങനെയാണ്, പ്രൊഡക്ഷൻ മാനേജറിൻ്റെ വാല്യൂ എങ്ങനെയാണ്, അത് അവർക്ക് തിയേറ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവും, ഓവർസീസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കുന്ന പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത്രയും കാട് കയറി ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ കോസ്റ്റ്യൂം ഒരുമിച്ച് പറഞ്ഞിട്ടാണോ? നല്ലല്ല, ഇറ്റ്സ് ലൈക്ക് യു നോ ലൈക്ക് സെയിം വൈബ്. മറ്റേ ചാക്കോച്ചൻ്റെ കഥാപാത്രത്തെ മറ്റേ നേരത്തെ റിയാക്ഷൻ കാണിച്ചല്ലോ, ആ ഒരു വൈബ്, കൊല്ലുന്ന കാണാനുള്ള ഒരു വൈബ്. ഓക്കെ, ഇപ്പം സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു അതിനെപ്പറ്റി ജിസേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ കഥ ആസിഫിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത്, അത് ശ്രുതിക്ക് അറിയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു, ആസിഫിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ആസിഫിന് ആ കഥ മനസ്സിലായില്ല. ആക്ച്വലി ആസിഫിന് അത് കൺവിൻസിങ് ആയില്ല. അപ്പോൾ ആസിഫിൻ്റെ റിയാക്ഷനിൽ നിന്നും ജിസേട്ടനത് മനസ്സിലായി. അത് ഓക്കെ. അപ്പം ചോദിച്ചു, നിനക്കത് വർക്കായില്ലെന്ന് ചോദിച്ചപ്പം ആസിഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, നമുക്കിത് ചെയ്യാം. അപ്പം അങ്ങനെ ട്രസ്റ്റ് ചെയ്ത ഒരു ഡയറക്ടർ അങ്ങനത്തെ ഒരു സിനിമ പറയാം. അപ്പോൾ പെട്ടെന്ന് കഥ കേൾക്കുമ്പം അവർ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ആ വ്യക്തിയെ വിശ്വാസമാണ്. അങ്ങനെ ചെയ്തൊരു സിനിമ പറയാൻ പറ്റും. എൽസമ്മ എന്ന ആൺകുട്ടി, ലാൽ ജോസിൻ്റെ പടം. കഥ കേട്ടിട്ട് കൺവിൻസിങ് ആയതായിരുന്നില്ല? ഇല്ല. പിന്നെ കസ്തൂരിമാൻ, എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ സത്യമായിട്ടും ഇതെങ്ങനെ ലോഹിസാറിനടുത്ത് പറഞ്ഞു, വെറും ഒരു ഔട്ട്ലൈനെ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഥയുടെ ഒരു ചെറിയൊരു ഒരു അംശമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ലൊക്കേഷനിൽ വന്നിരുന്ന് ഓരോ ഡയലോഗുകൾ എഴുതുമ്പോഴാണ് നമുക്കത് അതിൽ ജീവിതമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്, റിയലൈസ് ചെയ്യുന്നത്. അവിടെ അത് വേറൊരു പരിപാടിയായിട്ട് മാറുകയാണ്. കസ്തൂരിമാൻ മനസ്സിലാവാത്തൊരു സിനിമയാണല്ലേ? എനിക്ക് ഡയലോഗുകളൊന്നും എനിക്കറിയില്ലായിരുന്നു. സീനുകൾ എങ്ങനത്തെ സീനുകളാണെന്നുള്ളതും വ്യക്തമായിട്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഒരു ചെറിയ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതൊരു സിനിമയുടെ വലിപ്പത്തിലേക്ക്, വ്യാപ്തിയിലേക്ക്, അതിനൊരു ഡെപ്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ വൺസ് നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് പുള്ളി ആ സീനുകൾ എഴുതി വിത്ത് ഡയലോഗ്സ് നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അദ്ദേഹം സീൻ ഓർഡറിന് പകരം സ്ക്രിപ്റ്റിലേക്ക് ഡയറക്റ്റ് കയറുന്നത് കിട്ടുന്നത് ശരിയാണോ? അദ്ദേഹം കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നോർമലി സീൻ ഓർഡർ ആയിരിക്കുമല്ലോ വരുന്ന അതിൻ്റെ ഒരു, പക്ഷെ അതിന് പകരം അദ്ദേഹം നേരിട്ട് സ്ക്രിപ്റ്റ് ചെയ്താൽ പോകുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് പറയാം. അങ്ങനെ ഒരു സീൻ ഓർഡർ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രമായിരിക്കും, പേപ്പറിൽ ഉണ്ടാവില്ല. അദ്ദേഹം തിരക്കഥ എഴുതിയാ പോകുന്നെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഭരതം ഒറ്റ ദിവസം ഷൂട്ട് 2-3 ദിവസം മുന്നേ കഥ മാറിയിട്ട് ഉണ്ടായതാണ് ഭരതം, ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ എഴുതിക്കൊണ്ട് ഇത് ഞാൻ 7 വർഷം തിരുന്ന് എഴുതി നിങ്ങൾക്ക് വേണ്ടി മാത്രം 7 വർഷം എന്നൊക്കെ പറയും. സിനിമയൊക്കെ പെട്ടെന്ന് സംഭവിച്ചിട്ടുണ്ട്, ഒരു മാസം. സുരേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഏതാ? ഈ കഥയിലല്ല, ആ വ്യക്തിയെ വിശ്വസിച്ച സിനിമ ചെയ്യാന്നുള്ളൊരു. ഞാൻ ഒരു 10-200 പടം അങ്ങനെ തന്നെ എഴുതും. 200 പടം അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നായകനായതിനു ശേഷം അങ്ങനെ വിശ്വസിച്ച് തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നത്. എല്ലാവരും അങ്ങ് ഏൽപ്പിക്കുക, അതല്ല നമ്മളെ കയ്യിലല്ലല്ലോ. ബാക്കിയെല്ലാം അവർ പറയുന്ന പോലെ നമ്മളങ്ങ് ചെയ്യാന്നുള്ള, എല്ലാവരും ട്രസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതൊരു ഞാണുമ്പ കളിയാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. അത് കൂടുതലും ഹ്യൂമർ സൈഡൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തിനും ഏതിനും മാമച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കഥാപാത്രം, ദശമൂലം അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം സുരാജേട്ടൻ്റെ ആ ഒരു സൈഡ് ശരിക്കും പറഞ്ഞാൽ ഒരു കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ടോ? സുരാജേട്ടൻ്റെ ഒരു ഹ്യൂമർ വേർഷൻ ഇതിലുണ്ടല്ലോ. അങ്ങനല്ല, ഇത് സുരാജേട്ടൻ മറ്റൊരു തലത്തിൽ ഹ്യൂമർ ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പം ഒരു ഹീറോ ലെവലിൽ വന്നതോടുകൂടി കുറച്ചുകൂടി ഒരു പിടിച്ച് ചെയ്യുന്ന ഒരു ഹ്യൂമർ, അത്ര അഴിഞ്ഞാടി ചെയ്യാറുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യാറില്ല. അപ്പം അങ്ങനത്തെ ഒരു സുരാജേട്ടനെ വീണ്ടും കാണണം എന്നൊരു ആഗ്രഹമില്ലേ? എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരും ചോദിക്കുന്നതാണ്, പക്ഷേ സുരാജേട്ടൻ ഒന്നും കമ്മിറ്റ് ചെയ്യും. ഞങ്ങളെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള ടാഗും പുള്ളിക്ക് ഒരു ഹ്യൂമർ ആക്ടർ എന്നുള്ള ടാഗും കുറേ നാളുകളായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ റൊമാൻസും ഹ്യൂമറും നമ്മുടെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, റൊമാൻസിന് ചെറിയൊരു ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കോളേജ് റൊമാൻസ് ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഹ്യൂമറിന് പക്ഷേ അങ്ങനെയല്ല.
ഹ്യൂമർ കുറച്ച് കാലം കഴിഞ്ഞാലും നമുക്ക് വേറെ രീതിയിലുള്ള ഹ്യൂമർ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ സുരാജിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം സുരാജ് ചെയ്തിരുന്ന കുറച്ച് സീരിയസ് വേഷങ്ങളും സിനിമകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള സുരാജിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാസ്റ്റ് മെജോറിറ്റി ഉണ്ട്. അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സുരാജിനെ ഗറിൽ കാണാനായിട്ട് സാധിക്കും. കാണാൻ പറ്റും. ഹ്യൂമർ കഥാപാത്രം, ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രം തന്നെയാണ് സുരാജേട്ടൻ്റെ. അതെ അതെ, ഒന്ന് വിളയാടുക എന്നൊക്കെ പറയുന്നത് അഴിഞ്ഞാടുക. കുറേ നാളിന് ശേഷം അഴിഞ്ഞാടാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള സിനിമ. അത് നമ്മുടെ ക്യാരക്ടർ മാത്രമല്ല, ടോട്ടൽ സിനിമ നല്ല സിറ്റുവേഷനാണ് ഫുൾ. നമ്മൾ രണ്ടുപേരും അവിടെ വീണ് കിടക്കുന്നെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് സിറ്റുവേഷനായിട്ടുള്ള, ഇവരെ രക്ഷപ്പെടുത്തുന്നതിനായിട്ടുള്ള കുറേ സിറ്റുവേഷനുണ്ട്. അതെല്ലാം ഹ്യൂമറിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഒരു സർവൈവൽ സ്റ്റോറി പോലത്തെ അങ്ങനെ നമുക്ക് പറയാമോ? അത് ഉറപ്പായിട്ടും ഒരു സർവൈവൽ ത്രില്ലർ കോമഡി എന്നുള്ള പുതിയ ജോണറിൽ പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത്. എല്ലാം കൂടി ഒരുമിച്ച്. ഞങ്ങൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സർവൈവൽ പടങ്ങളെല്ലാം വിജയിക്കുന്നു. ശരി, പിന്നെ ത്രില്ലറോ അതിന് സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് ഉണ്ട്. ഹ്യൂമർ എല്ലാ കാലത്തും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. എന്താ പിന്നെ ഇത് മൂന്നും കൂടെ വെച്ചിട്ട് ഒരു സാധനം ഏതാണ് കോമഡി ഒന്നിൽ പോയാൽ മറ്റേ പിടിച്ചു കൊടുത്തല്ലേ? അതെ, അങ്ങനെയല്ല. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോൾ റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്, നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊരു സർവൈവൽ മോഡുണ്ട്, അതിലൊരു ത്രില്ലർ ഫാക്ടർ ഉണ്ട്. അത് പക്ഷേ നമ്മൾ ഓവറോൾ ഒരു ഹ്യൂമറിന്റെ ബേസിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫ്രേസ് കോയിൻ ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. വെറും ഒരു ഹ്യൂമർ പടം മാത്രമാവാതെ ഇതിനെ കുറച്ചും കൂടി വേറെ രീതിയിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഇതിൽ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. സുരാജേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ ഭാര്യയായിട്ടാണ് ശ്രുതി അഭിനയിക്കുന്നത്. അപ്പോൾ ശ്രുതിയുടെ ഒരു ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. ഈ ഭാര്യയെ പേടിയുള്ളൊരു ഹസ്ബൻഡ് അങ്ങനത്തെ കഥാപാത്രമാണോ? എന്താ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, സ്വഭാവം എന്താണ്? ക്യാരക്ടർ എന്താ, ഇപ്പോൾ ഓരോരുത്തരുടെ രീതിയാണ്. ഇപ്പോൾ അവർ വിചാരിക്കുന്നത്, സാധാരണ വീട്ടിൽ സ്ത്രീകൾ വിചാരിക്കും നമ്മുടെ കാര്യത്തിനൊന്നും ശ്രദ്ധ വരുന്നില്ല, ഇല്ലെങ്കിൽ അവിടെ വരാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരാൻ പറ്റുന്നില്ല, അതിൻ്റെ വേറൊരു പ്രഷർ ഇയാൾക്കുണ്ട് എന്ന് പറയുന്ന തരത്തിലാണല്ലേ. രണ്ടുപേരുടെയും സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്. പേടിയല്ല, ഒരു ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ടെൻഷനും ഉണ്ട് ഹരിദാസിന്റെ ക്യാരക്ടർ. അത്രേ ഉള്ളൂ. പേടി ഇല്ല എന്ന് തോന്നുന്നു. പേടിയല്ല. ഓക്കെ, ഈ 777 ചാർലി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് പട്ടിയെ കൊണ്ടുവന്നായിരുന്നു. നമുക്ക് സിംഹത്തിന് ഇറക്കി എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്തൂടെ? ഉറപ്പായിട്ടും നിങ്ങളെ സിംഹത്തിനടുത്ത് കൊണ്ടുപോയി ഇന്റർവ്യൂ എന്നുള്ളതാണ് ആഗ്രഹം. എന്നാ ടിക്കറ്റ് ഞാൻ എടുത്തു തരാം. ഓക്കെ, സുരേട്ടാ, ഫസ്റ്റായിട്ട് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുകയാണ്. മൂകാംബികയിൽ ഇപ്പോൾ അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എത്ര തവണ ആലോചിച്ചിരുന്നു? അങ്ങനെ ഒരുപാടൊന്നും ആലോചിച്ചില്ല. കഥ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ആ സ്പാർക്ക് കൊള്ളാം, രസമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചോദിച്ചു അവരോട്, അങ്ങനെ പ്രൊഡക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല ഏട്ടാ, ശരി എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നേരെ അതിൻ്റെ ഒരാളും കൂടെ വേണമല്ലോ, നമ്മൾ ഫസ്റ്റിൽ എന്താ പരിപാടിയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണല്ലോ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ. അദ്ദേഹം ആകുമ്പോൾ എല്ലാം പയറ്റി തെളിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇത് എന്താണെന്ന് അറിയാലോ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും വിളിച്ചായിരുന്നേ, ഈ പടം നടന്നുകൊണ്ടിരുന്നപ്പോൾ പൂജേരൊന്നും വിളിച്ചു, ഇതുവരെ കിട്ടിയിട്ടില്ല പ്രൊഡ്യൂസറെ. എന്ത് ജോണറുള്ളൊരു സിനിമയാണ് ശരിക്കും? അതൊരു സൈക്കോ ത്രില്ലറാണ്, കോമഡിയാണ്, ഫുൾ കോമഡി. എന്ത് ജോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഹ്യൂമറാണ് ജോണർ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി സാധനം വന്നിട്ടില്ല ഇതുവരെ ഇവിടെയൊന്നും. അതിൻ്റെ ഒരു പുതുമ. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കേട്ട ഒരു ട്രിഗർ എന്താണ്? അതിൻ്റെ എന്തുകൊണ്ട് ഇത് കമ്മിറ്റ് ചെയ്തു? വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? ഞങ്ങൾ രണ്ടുപേരും സിനിമ കടിച്ചു കീറുന്ന കാണാനായിട്ടുള്ളൊരു എവിടെയോ ഇരിക്കായിരുന്നു അല്ലേ? അല്ല, ഞാൻ മനസ്സിലായില്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പോയി. ഇതിന്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വൺ ലൈൻ കേട്ടതിൽ നിന്നും
ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു സ്ക്രീൻ പ്ലേ. ആൻഡ് ഭയങ്കര കോമഡിയാണ്. ഞാൻ ശരിക്കും സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ശരിക്കും എൻജോയ് ചെയ്ത്, ഇറ്റ് സോ മച്ച് ഫൺ വായിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ ഒബ്വിയസ്ലി ചാക്കോച്ചൻ്റെ കൂടെ അഭിനയിക്കാനുള്ള സുരാജ് ഏട്ടൻ, ശ്രുതി, സോ അത്രയും അടിപൊളിയായിട്ടുള്ള ആക്ടേഴ്സിനോട് അഭിനയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ദാറ്റ് ഇസ് ജെക്കെനോട് വർക്ക് ചെയ്യാൻ, ജെക്കെനോട് എസ്ര ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ദ ഹോൾ ടെക്നിക്കൽ ടീം ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു ടീം. സോ മെനി ഫാക്ടേഴ്സ്. സിമിലർ ഓൾ ഓഫ് ദിസ്. ആൻഡ് ഓൾസോ എൻ്റെ ക്യാരക്ടറിന് ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിച്ച ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും പണം ഹിറ്റാവട്ടെ. സമയക്കുറവുള്ള ഉള്ളതുപോലെ നമുക്ക് അടുത്ത സിംഹവുമായുള്ള പ്രൊമോഷൻ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. 4 പേരും തൊടുന്നെല്ലാം പൊന്നാവട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കറക്റ്റ് എന്തായിരുന്നു സയന്റിഫിക് നെയിം അതിന്റെ? ഏതിന്റെ? സിംഹത്തിന്റെ പാന്തറോ ലിയോ. ഓക്കെ, നമ്മളിത് കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ വേറെ ഒന്നും ആലോചിക്കാനും പോയിട്ടില്ല, വേറെ ഗൂഗിൾ ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല. കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം പെരിപ്ലാനേറ്റ അമേരിക്കാന. ഇതിപ്പോ അത് തെറ്റാണോ ശരിയാണെന്ന് പറയാനിരിക്കും. നമുക്ക് ആർക്കും അറിയാൻ ബയോളജി ആയിരുന്നല്ലേ പ്ലസ് 2. അപ്പൊ നമുക്ക് തെറ്റില്ല, ബയോളജി ആയിരുന്നു പ്ലസ് 2. അടി കീറി മുടിച്ചിട്ടുണ്ടോ? ഓ, ഡിസെക്ഷൻ, തവള പാറ്റയൊക്കെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാൻ.